ഞാൻ വരുന്നത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കവിയായ വയലാർ രാമവർമ്മയുടെ നാട്ടിൽ നിന്നാണ്. അദ്ദേഹം അച്ഛനും ബാപ്പയും എന്ന സിനിമയ്ക്കകത്ത് എഴുതിയ 4 വരി പാട്ട് ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മൾ കണ്ടാലറിയാത്തവരായി എന്ന ഒരു 4 വരി പാട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിലുണ്ട്. അങ്ങനെ മനുഷ്യർ ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, കണ്ടാലറിയാത്തവരായി മാറുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരായി മാറാൻ, മനുഷ്യർക്കൊപ്പം നിൽക്കാനുള്ള സന്ദേശവുമായി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ഷേഖുന കാന്തപുരം ഉസ്താദ് കേരള യാത്രയുമായി മനുഷ്യരെ ഒരുമിപ്പിക്കാൻ എത്തിച്ചേർന്ന ഈ കായംകുളത്തിൻ്റെ മണ്ണ്, ഇന്നത്തെ ഈ രാവ് ഏറെ സവിശേഷമാകുന്ന ഒന്നാണ്. അത് മനുഷ്യൻ മതങ്ങളെ ചൊല്ലി കലഹിക്കുമ്പോൾ സർവമത സമ്മേളനം നടത്തി എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച വിശ്വഗുരുവായ ഗുരുദേവൻ്റെ നാമധേയത്തിൽ ഇന്ന് നമ്മുടെ സുൽത്താനുൽ ഉലമയ്ക്ക് ഒരു വലിയ ബഹുമതി നൽകി ആദരിക്കപ്പെടുന്ന ഏറ്റവും സവിശേഷമായ, സന്തോഷപ്രദമായ, അതിലേറെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഇന്നത്തെ ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. സുൽത്താനുൽ ഉലമ അദ്ദേഹത്തിൻ്റെ ആത്മീയ, ഭൗതിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിനിടയിൽ ഏതാണ്ട് ഒരു പുരുഷായുസിൽ അദ്ദേഹം ലോകം മുഴുവനും ആദരിക്കപ്പെടുന്ന വ്യക്തിയായി മാറുമ്പോഴും ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ അദ്ദേഹം രാഷ്ട്രത്തലവന്മാർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളെല്ലാം നേടുമ്പോഴും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരിക്കൽ പോലും, ഒരു സന്ദർഭത്തിൽ പോലും, ഒരു നിമിഷം പോലും ഇതര മതസ്ഥരെ അവഹേളിക്കുകയോ ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന ഒരു ചെറിയ വാക്ക് പോലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇന്നേ തീയതി വരെ വീണിട്ടില്ല എന്നതാണ് അതിലേറ്റവും വലിയ സവിശേഷത. അതാണ് അദ്ദേഹത്തെ ആദരിക്കുവാൻ ഇന്ന് ശാശ്വതികാനന്ദ സ്മാരക സമിതിക്ക് പ്രേരണയായി തീർന്നത് എന്ന് അത് നൽകുന്ന സംഘാടക സമിതിയുടെ പ്രധാനിയായ ശ്രീ ഗോകുലം ഗോപാലൻ ഇവിടെ പറഞ്ഞപ്പോൾ തീർച്ചയായും നമ്മുടെ നാട് അങ്ങനെ സവിശേഷതകളുള്ള ഒരു നാടായി തുടരാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യരുടെ ഒരുമയാണ്. വിശുദ്ധ ഖുർആൻ അത്തരത്തിലാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴൊക്കെ മനുഷ്യർ മതത്തെ തീവ്രമായി മാറ്റാൻ ശ്രമിക്കുന്നു, മതം തീവ്രമാകുന്ന ഘട്ടത്തിലെല്ലാം സുൽത്താനുൽ ഉലമ പറയും, ഇസ്ലാമിൽ തീവ്രവാദത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്നാവർത്തിച്ചു പറയുകയാണ് അദ്ദേഹം. അതാണ് ലോകത്തിന് അദ്ദേഹം നൽകുന്ന സമ്മാനം. എപ്പോഴെല്ലാം മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം ഒരുമിപ്പിക്കുന്ന സന്ദേശം ആത്മീയ നേതാക്കളിൽ നിന്ന് ഉയരുമ്പോഴാണ് നമ്മുടെ നാട് ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് ലോകത്തിന് നല്ല സന്ദേശം നൽകാൻ കഴിയുന്നത്. സൂറത്തുൽ കാഫിറൂൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അനാ ആബിദും മാ അഅ്ബദതും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഇത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈ സൂറത്ത് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനും ആദരിക്കാനും പ്രവാചക പ്രഭു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളിൽ നിന്ന് എങ്ങനെയാണ് ഇതര മതസ്ഥരെ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത് എന്നൊക്കെ നമ്മെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, വചനങ്ങളിലെല്ലാം ഇങ്ങനെ തേന്മഴയായി ഒഴുകുന്നത് കാണുമ്പോൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്ക് കൂടിയുള്ള അംഗീകാരമാണ് ഇന്ന് ഈ വേദിയിൽ ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കേരള യാത്ര പര്യവസാനിക്കുമ്പോൾ നമ്മുടെ നാട് കൂടുതൽ സ്നേഹമസൃണമായി എല്ലാവരും ബഹുമാനത്തോടെ, ആദരത്തോടെ പരസ്പരം ബഹുമാനിക്കുന്ന, മതങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം പരസ്പരം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന പവിത്രമായ ഇസ്ലാമിക സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി സ്നേഹവും സാഹോദര്യവും നിലനിർത്താൻ
നമ്മുടെ നാടിനെ കൂടുതൽ ഐക്യപ്പെടാൻ ഒക്കെ തീർച്ചയായും അതിന് കരുത്ത് പകരും. ഞാൻ നീട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ യാത്രയിൽ ഒട്ടേറെ പ്രമുഖരെല്ലാം ഇവിടെ എത്തിച്ചേരുമ്പോൾ, എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ എത്തിച്ചേരുമ്പോൾ ആ സാന്നിധ്യത്തിൻ്റെ ഭാഗമാകാൻ എനിക്കും അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ, അദ്ദേഹത്തിൻ്റെ യാത്ര നൽകുന്ന സന്ദേശം കേരളമാകെ ഏറ്റെടുക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ കേരള യാത്രയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.